പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരു സമകാലീന പ്രശ്നം, അത് മാതാവാ. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ കണ്ണി, സമാധാനത്തിന്റെ രാജ്ഞി ഇപ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ഒരു ഉടപ്പിനോ അല്ലെങ്കിൽ വഴക്കിനോ ഒക്കെ കാരണമായി വരുന്നത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ഒത്തിരി പേര് യോഗിക്കുന്നു, കൊന്ത ഉപേക്ഷിക്കണ്ടേ, കൊന്തയുടെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ആദ്യമേ പറയുന്നു, കൊന്ത എന്ന് പറയുന്നത് ഒരു മരിയഭക്തി അല്ല. ഇത് കൊന്ത എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ആണ്. നമുക്കറിയാം, കൊന്തയ്ക്ക് 20 രഹസ്യങ്ങൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവിതത്തെ പറ്റിയുള്ള 20 ഭാഗങ്ങൾ ധ്യാനിക്കൽ ആണ് കൊന്ത നമസ്കാരം. അതായത് ഗബ്രിയേൽ മാലാഹ മാതാവിന് കൊടുത്ത മംഗളവാർത്ത മുതൽ നമ്മോടുകൂടി അയപ്പാനായിട്ട് എമ്മാനുവൽ അനുഭവം നമുക്ക് തരുവാനായിട്ട് കുർബാന സ്ഥാപിക്കുന്നത് വരെ, അതായത് കർത്താവ് ഈ ലോകത്തിൽ രക്ഷ നമുക്ക് നൽകിയ രക്ഷാനുഭവത്തിന്റെ അല്ലെങ്കിൽ രക്ഷാ കഥകളുടെ രക്ഷാചരിത്രത്തിന്റെ ഒരു ധ്യാനം പ്രാർത്ഥനയുമാണ് സത്യത്തിൽ കൊന്ത നമസ്കാരം. ഇത് പലർക്കും അറിഞ്ഞുകൂടാ, ചില രഹസ്യം പോലും ചെല്ലില്ല. വെറുതെ സ്വർഗസ്നാവിലെ നന്മ പറഞ്ഞോമേ ഒരു ടേപ്രിക്കാർഡിൽ കൂടെ പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ആവർത്തനം അല്ല കൊന്ത വഴിയായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ദിവസവും ഈ 20 രഹസ്യങ്ങളും ധ്യാനിക്കും. എന്നിട്ട് ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. അതായത് യേശുവിന്റെ ഈ രക്ഷാകര പ്രവൃത്തിയിൽ പങ്കുചേർന്ന് രക്ഷ പ്രാപിക്കുവാൻ, ദൈവഹിതമനുസരിച്ച് ഇവിടെ ജീവിച്ച് രക്ഷ പ്രാപിക്കുവാൻ അനുഗ്രഹം തരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ജനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു നല്ല പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ. അതിന്റെ ഓരോ വാക്കുകളും അർത്ഥപൂർണമാണ്. നമുക്ക് ഇതിനുവേണ്ടി അനുഗ്രഹം കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉചിത വ്യക്തി മാതാവാണ്. ഈശോയുടെ അടുത്തിരിക്കുന്നു, ഈശോയുടെ അമ്മയാണ്, നമ്മുടെ അമ്മയാണ്. അതേപ്പറ്റി ഞാനൊരു വീഡിയോയിൽ പറയുണ്ടായി. ആ അപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്റെ ഭരണി നിറയ്ക്കാനായി, കനാലിൽ വെച്ച് പറഞ്ഞ പോലെ. ഉദാഹരണമായിട്ട് മംഗളവാർത്ത എന്നിൽ അത് നടക്കണം, എന്നോടും മലഹ പറയണം, എന്നിട്ട് വചനം എന്നിൽ മാംസമാകണം, എങ്കിലേ ഞാൻ ദൈവപുത്രനോ പുത്രിയോ ആകൂ. അപ്പോൾ ഓരോന്നും നമ്മൾ ധ്യാനിക്കാൻ എത്ര ധ്യാനിച്ചാലും മതിയാവില്ല. ആ കുരിശും മറ്റും ധ്യാനിക്കുകയാണെങ്കിൽ എന്തേറെ ധ്യാനിക്കണം. അവർ വിശുദ്ധ കുർബാന അവസാനത്തെ രഹസ്യം. അപ്പൊ ഇത് ധ്യാനിച്ചുകൊണ്ട് നമ്മും ഈശോടൊപ്പം നീങ്ങുകയാണ് ജീവിതത്തിൽ. ഇത് ജീവിത ബന്ധിയാണ്. അപ്പൊ ഇത് പലരും കാണുന്ന കൊന്ത നമസ്കാരം എന്ന് പറഞ്ഞ മാതാവിനുള്ള ഭക്തി. അതെ, കണിശമായിട്ടും മാതാവിനുള്ള ഭക്തിയുള്ളവർ നമ്മൾ പരസ്യമായിട്ട് അംഗീകരിക്കുകയാണ്. പക്ഷേ കൊന്തയുടെ അനുഗ്രഹവും ഫലവും ഉണ്ടാകുന്നതും തരുന്നതും മാതാവല്ല, ഈശോ ആണ്. അനുഗ്രഹമെല്ലാം ഈശോയിൽ നിന്നേ വരും. ഹല്ലേലൂയ. ഇനി മാതാവ് എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി നന്മ നിറഞ്ഞവളായി നിന്നുകൊണ്ട് നമ്മളും നന്മ നിറഞ്ഞവരായി തീരുവാൻ നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ്. അപ്പോൾ കൊന്ത നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പലരും വിസ്മരിക്കുന്നു. ഞാൻ യൂറോപ്പിൽ കാണുന്നത് പലരും കൊന്തയും എടുക്കും, ഓരോ മണിയും ഉരുട്ടി ഓരോ സ്വർഗസ്ഥന പിതാവിൽ നന്മറിഞ്ഞവും ചൊല്ലും. ആരും രഹസ്യമേ പറയാറില്ല, ആർക്കും അറിയത്തില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ അതെന്നാന്ന് ചോദിക്കുന്നവരുണ്ട്. ജർമ്മനിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അത് മാതാവിന്റെ ഒരു ഡിവോഷൻ ഭക്തി ആക്കി മാറ്റിയിരിക്കുന്നവരാവര്. പക്ഷെ സഭ ഉദ്ദേശിക്കുന്നതും കർത്താവ് ആഗ്രഹിക്കുന്നതും അതല്ല. അല്ലെങ്കിൽ യോഹന്നാൻ പൗലോസ് വിശുദ്ധൻ ഈ അവസാനത്തെ അതായത് 5 രഹസ്യങ്ങൾ കൂട്ടിച്ചേർക്കയിലായിരുന്നു. കാരണം അതുകൂടെ കൂടുമ്പോഴാണ് കർത്താവിന്റെ രക്ഷാകര ചരിത്രത്തിന്റെ പൂർത്തീകരണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മഹത്വത്തിന്റെ
കർത്താവിന്റെ സ്വർഗാരോഹണത്തോടുകൂടി തീരുകയായിരുന്നു. എന്നാൽ തീർന്നിട്ടില്ല. അതെ, പുതിയ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ പുതിയ ജീവിതത്തിൽ സഭയിൽ എപ്രകാരം കർത്താവ് ആ രക്ഷാകര കർമ്മം തുടരുന്നു എന്നാണ് അതിലോ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് അർത്ഥപൂർണമായിട്ട് പ്രിയ മക്കളെ കൊന്ത നമസ്കാരം ചൊല്ലുക, അല്ലെങ്കിൽ ഭക്തി ഉണ്ടായിരിക്കട്ടെ. മാതാവിന്റെ അടുക്കലോ മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ അടുക്കലൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ മാതാവിനോടുള്ള ഒരു ഭക്തിയല്ല, മാതാവിനോട് സ്നേഹം വർദ്ധിക്കാനുള്ളതുമല്ല കൊന്ത. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയോ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും നല്ല ശിഷ്യരുടെ ജീവിതം നയിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല ആയുധമാണ് ഞാൻ പറയും കൊന്ത നമസ്കാരം. അപ്പൊ അതിനെയൊക്കെ ഒത്തിരി എക്സാജിലേക്ക് ചെയ്ത് പലരും പറയാറുണ്ട്. കഴുത്തേടും നല്ലതാണ്, കയ്യെ വെക്കുന്ന നല്ലതാണ്, തലയുടെ കീഴ് വെക്കുന്നതാണ്, വെഞ്ചരിച്ചു കൊന്തയാണെങ്കിൽ അത്ഭുതം ചെയ്തൊക്കെ നമുക്കറിയാം. ഒത്തിരി സെന്റിമെന്റലായിട്ട് നമ്മുടെ സഭയിലുണ്ട്. അതൊക്കെ നല്ലതാണ്. ഞാനും കൊന്തയൊക്കെ വെഞ്ചരിച്ചു കൊടുക്കാറുണ്ട്. എനിക്കും കഴുത്തിൽ എപ്പോഴും കൊന്തയുണ്ട്, എന്റെ പോക്കറ്റിലും ഉണ്ട് കൊന്ത. പക്ഷേ അത് കണിശം മാതാവ് കൂടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മാതാവിനെ ഞാൻ ആരാധിക്കൊന്നുമല്ല, കാരണം എന്റെ കൂടെ ഈശോ ഉണ്ട്, അപ്പൊ മാതാവുണ്ട്. അപ്പൊ കൊന്ത പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മാതാവ് കൊണ്ട് ആ പോക്കറ്റിലില്ല കേട്ടോ, എന്റെ കൂടെ ഈശോ കൂടെ ഉള്ള പോലെ. ഞാൻ കുരിശുരൂപം പോക്കറ്റ് ഇട്ടാൽ ഈശോ പോക്കറ്റല്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ബോധ്യം നമുക്ക്. ഇവിടെ നമുക്ക് ഏറ്റവും കുറഞ്ഞു പോയിരിക്കും. ഇതൊക്കെ ഒരു അധര കസർത്തായി മാറിയിരിക്കുകയാണ്. 1000 കൊന്തയല്ലി, 100 കൊന്തയല്ലി, എന്നിട്ട് ഈ കണക്കെല്ലാം കൂടെ പറയുക. അതല്ല അതിന്റെ പ്രധാനപ്പെട്ട. ഒരു കൊന്ത ചൊല്ലിയുള്ളെങ്കിലും, ഞാൻ പറയാറുള്ള പോലെ ഒരു സ്വർഗസ്ഥനായ പിതാവേയും നമ്മറിഞ്ഞതുമേ ചൊല്ലിയുള്ളെങ്കിലും അർത്ഥപൂർണമായിട്ട് ഹൃദയത്തിൽ നിന്ന് ചൊല്ലിയാലും. ഞാൻ ഓർക്കുവാൻ ഒരു സ്ത്രീ, അതായത് ഞാൻ ബംഗാളി ധ്യാനിപ്പിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ വെച്ച് ഒരു സ്ത്രീ ഒരു മാനസാന്തരപ്പെട്ടത്. അവള് ഒരു വ്യഭിചാരിണിയായിട്ട് ജീവിക്കായിരുന്നു ഒരു ഹോട്ടലിൽ. മലയാളിയാണ്. എങ്ങനെ ജീവിത സന്ധാരണത്തിന് പോയതാ. ഒറ്റ വാക്ക്, നന്മ നിറഞ്ഞ മറിയമേ. അവൾ അവിടെയുള്ള ആ ബാൻഡൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാതാവിന്റെ സ്വരൂപത്തെ നോക്കിക്കൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പിന്നെ കംപ്ലീറ്റ് ചെയ്യില്ല, കരഞ്ഞു. അവൾ അവളിലേക്ക് നോക്കി. എന്റെ പേര് മരിയ എന്നാണ്, മറിയക്കുട്ടിയാണ് വീട്ടിൽ വിളിക്കുന്നത്. അവൾ പറയായിരുന്നു, ഞാൻ നന്മയില്ലാത്തവളാണല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞു. എന്റെ പാപങ്ങളെല്ലാം കണ്ടു. ഞാൻ പട്ടിണി കിടന്നാലും എന്റെ വീട്ടിലാരും പട്ടിണി കിടന്നാലും ഞാൻ ഈ പണി നിർത്തുകയാണ്. പാപത്തിന്റെ പണി വേണ്ട, പാപത്തിന്റെ ശമ്പളം എനിക്ക് വേണ്ട. എനിക്ക് കുമ്പസാരിക്കണം, അനുദപിച്ച് കുമ്പസാരിക്കണം. ഇനി ഒരു പുതിയ ജീവനം ജനിക്കണം. ഒരു തൂപ്പുകാരിയായിട്ട് ഞാൻ ജീവിച്ചോളാം. അത് മരിക്കുന്നവരെ തൂപ്പുകാരിയായിട്ടൊരു മഠത്തിലായിരുന്നു. ഞാൻ പറയാൻ കാരണം ഒത്തിരി ഉണ്ടൊക്കെ നിങ്ങൾ എന്റെ ജീവിതകഥയിൽ നിന്ന്, ദേവപ്രസാദ് എഴുതിയ ജീവിതകഥയിൽ നിന്ന് വായിച്ചു കാണും. എന്റെ മുഴുവൻ ജീവിതത്തിന്റെയും കഥ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്തത് വായിക്കൂ. കൊന്ത നന്മ നിറഞ്ഞ പറയും. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ചൊല്ലി വിട്ടിട്ട് കാര്യമില്ല. ആഴത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. അല്ല എങ്കിൽ വെറും അധര കസർത്താണ്. കർത്താവ് പറഞ്ഞ പോലെ ഹൃദയം എന്നിൽ നിന്ന് വിദൂരത്തിലും, എന്നിട്ട് അധരം കൊണ്ട് സ്തുതിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് പാടില്ല. ഞാനൊക്കെ ഒരു മജ്ജുഗോലക്കാരൻ ഒരുത്തൻ, അതായത് ഒരു ക്രൊയേഷ്യക്കാരൻ, ഒരിക്കൽ സൂപ്പർ മാർക്കറ്റ് വെച്ച് അച്ഛൻ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ സ്വർഗസ്നാപിതാവ് ചൊല്ലില്ല. കാരണം പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ആ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു സത്യസന്ധനായിരിക്കണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ എന്ന ഭാഗം വരുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകത്തില്ല. എന്റെ അപ്പനോട് ഇതുവരെ ക്ഷമിച്ചിട്ടില്ല. എത്ര മലയാളികൾ ചിന്തിക്കുന്നുണ്ട്? അപ്പനോടും അമ്മോടും ഭാര്യയോടും ആണെങ്കിൽ ഭാര്യയെ കൊണ്ട് വീട്ടിൽ വിട്ടേച്ച്, ഞാൻ കേട്ടത് കേരളത്തിൽ 30,000 ഡിവോഴ്സസ് നടന്നു വന്ന് ഞാൻ എവിടെയോ വായിക്കുകയുണ്ടായി. ഇതും വെച്ചോണ്ടും ചൊല്ലും, സ്വർഗസ്നാപിതാവും ചൊല്ലും, നന്മറിഞ്ഞും ചൊല്ലും, കുമ്പസാരിക്കുകയും ചെയ്യും, കുർബാനയും കേൾക്കൊള്ളും. സത്യ കത്തോലിക്കനായിട്ട് അതെ, ഭാര്യയും കുറ്റം പറയും, ഭർത്താവിനെയും കുറ്റം പറയും. അവൾ കാരണം ഞാൻ വേർപിരിഞ്ഞു എന്ന്, അല്ല അവൻ കാരണം പിരിഞ്ഞു. എന്നാ ജീവിതം അപ്പാ. തൃശ്ശൂക്കാര് പറഞ്ഞ് എന്തുട്ടായത്.
നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണ് പ്രിയമുള്ളവരെ. ഈ അധരക്കസർത്തും പ്രാർത്ഥനകളും. അതുപോലെ കൊന്തയിലുന്നതിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പലരോട് പറയാറുണ്ട്, മുഴുവൻ കൊന്തയെ ചെല്ലാറുണ്ട്. അച്ഛാ ഞാൻ 100 കൊന്ത ചൊല്ലി, 1000 കൊന്ത ചൊല്ലി എന്നൊക്കെ പറയും. ഒന്ന് ആലോചിച്ചു നോക്കണം. ഈ രക്ഷാകർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈശോയുടെ തീരം നിർവഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് കൃപ നിറഞ്ഞ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണോ, യാചിക്കുകയാണോ? അതോ ഈ കൊന്തയൊക്കെ ചൊല്ലുന്നത് വീണ്ടും ആ ഭൗമിക കാര്യങ്ങൾ കിട്ടാൻ, വിസ കിട്ടാൻ, ജോലി കിട്ടാൻ, പെണ്ണെ കെട്ടിച്ചു വിടാനായിട്ട്, രോഗം മാറാൻ, ഇങ്ങനെ പോകുന്നു? മാതാവിന്റെ മനസ്സൊന്ന് കാണണം. മകന്റെ മനസ്സാ. മകൻ എന്തിനാ വന്നത്? ഭൗമിക കാര്യങ്ങൾ തരാനല്ല. പിന്നെയോ അന്തപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ആ മകന്റെ ആ രക്ഷാകര കർമ്മം പൂർത്തീകരിക്കണം. അതിന് സഹായിക്കുകയാണ് മകനെയും നമ്മളെയും. അതാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർക്കണമേ. അപ്പൊ മാതാവിന്റെയും ജോലി ഈ ഭൗമിക കാര്യങ്ങൾ നേടിത്തരിക അല്ല. ഓർത്തോണം. ഏത് പുണ്യവന്മാരായാലും നമുക്ക് പുണ്യം ഉണ്ടാകാനാണ് പ്രാർത്ഥിക്കുന്നത്. പുണ്യം എന്ന് പറഞ്ഞാൽ ദൈവകൃപ. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ചെറിയ കാര്യമെങ്കിലും മനുഷ്യനെ ഒന്ന് തട്ടുകയാണ്. നമ്മൾ ചൊല്ലിക്കൂട്ടിയത് കൊണ്ടായില്ല. അതെനിക്കറിയാം. ഞാൻ മുഴുവൻ കൊന്ത ചെല്ലാൻ തീരുമാനമെടുത്താലും ചില ദിവസങ്ങളിൽ പറ്റില്ല. എന്നാലും ചിലപ്പോൾ ട്രെയിനിൽ ഇരുന്നുകൊണ്ട്, പ്ലെയിനിൽ ഇരുന്നുകൊണ്ട് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോയെന്ന് വരും. അതും കർത്താവ് കാണുന്നുണ്ട്. പക്ഷേ എന്റെ ഉദ്ദേശം മുഴുവൻ എപ്പോഴും എന്റെ മനസ്സ് ഈ രഹസ്യങ്ങളിലാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ മലയാളം രഹസ്യമല്ല അതിന്റെ അർത്ഥം. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്രകാരം തന്റെ ദൈവികത്വം മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യനായ നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മളെ ദൈവികരാക്കി മാറ്റി, ദൈവികത്വത്തിൽ നമ്മളെ പങ്കാളികളാക്കി, ദൈവഹിതമനുസരിച്ച് ദൈവപുത്രനും ദൈവപുത്രിയുമായി ജീവിക്കാനായിട്ട് അനുഗ്രഹം നൽകി. അപ്പൊ ഇതാണ് ഇതിന്റെ രത്നചുരുക്കം. അപ്പൊ ഇത് ധ്യാനിക്കുക കഴിവുള്ളിടത്തോളം. ചിലപ്പോൾ മനസ്സ്, എനിക്കാണ് വയസ്സായി, നിങ്ങളെല്ലാവരും വയസ്സായതൊന്നും ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, കൂടുതൽ നേരം ഉണർന്നിരുന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയും. പറ്റുന്നിടത്തോളം ആ ഏകാഗ്രത ആ രഹസ്യങ്ങളിലേക്ക്, എന്ന് പറയുന്നത് രക്ഷാകര രഹസ്യങ്ങളിലേക്കായിരിക്കട്ടെ. അതര കസരത്തിനേക്കാൾ ഉപരി. എടാ ചെല്ലിയോടാ നന്മ പറഞ്ഞത്, ഉറങ്ങിയോടാ, തട്ടും അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങിപ്പോയെന്ന് വിചാരിച്ച് അവൻ നന്മ പറഞ്ഞോളും ചെയ്ത് കേട്ടില്ല. ഒരു അവൻ കുരിശിനെ ധ്യാനിക്കാതിരിക്കാം, ആർക്കറിയാം. ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവമുണ്ട്. കസ്മാറ്റിക് ഗ്രൂപ്പുകളിൽ കൊന്ത എഴുതിക്കൊണ്ടിരിക്കുമ്പം 2-3 പേര് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, മറുപടിയില്ല. ചോദിക്കും, അവരുടെ പ്രശ്നങ്ങളെല്ലാം ആ കുരിശുപത്തിന് മുമ്പിൽ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ നന്മ പറഞ്ഞു എഴുതാൻ പറ്റുന്നില്ല. അല്ലെ വിശുദ്ധ കുർബാനയെപ്പറ്റി വരുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രംഗത്തിൽ വരുമ്പോൾ കൊന്ത നിർത്തിപ്പോകും. നമ്മൾ ഭൗമികമായിട്ട് നോക്കുമ്പോൾ അവൻ കൊന്ത ചൊല്ലുന്നില്ല. നന്മ നിറഞ്ഞ പറയും ചൊല്ലിയില്ല. അതെ, ചൊല്ലലിൽ അധികമായി അനുഭവത്തിൽ ആക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കൊച്ചുകാരൻ ഞാൻ പറഞ്ഞത് മാത്രം. ഈ എമ്മാനുവൽ അനുഭവം, ദൈവം കൂടെയുണ്ട് എന്ന അനുഭവം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് അതിൽ വളരാൻ, ആഴമായി വളരുവാൻ, യേശുമാല ആ ബന്ധം ആഴമാക്കാൻ അമ്മേ എനിക്ക് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് ലുത്തിനിയായാലും അല്ലെങ്കിൽ നന്മ പറഞ്ഞാലും ചൊല്ലുമ്പോഴും എല്ലാം പറയാം. അതെ, അവിടെയും അതെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നല്ല, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതാണ് ലുത്തിനിയായാലും നമ്മൾ പറയുന്നത്. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കാരണയുടെ കഥായി ഞാൻ ചെറിയൊരു കാര്യം പങ്കുവച്ചാണ് കൊന്തയെപ്പറ്റി. കൊന്ത ഏറണോ, കൊന്ത നിർത്തണ്ടേ, മാപ്പാപ്പ പറഞ്ഞത് കൊന്ത വേണ്ടെന്നല്ലേ എന്നൊക്കെ പറഞ്ഞല്ല. ഏറെ അസംബന്ധങ്ങൾ, അതിനെപ്പറ്റിയുള്ള വീഡിയോകളൊക്കെ കാണുന്നവർക്ക് പറയാൻ തോന്നുന്നു. ഞാൻ പറയുകയാണ്, എന്താണ് കൊന്ത നമസ്കാരം? അത് മാതൃഭക്തിയോ മാതൃഭക്തി മാർഗമോ ഒന്നും അല്ല. ഈശോയെ ധ്യാനിക്കുവാനും കൂടുതൽ ഈശോയോട് അടുക്കുവാനുമുള്ള അത് ഒരു മാർഗമാണ്. അതിന് മാതാവിനെ കൂട്ടുപിടിക്കുന്നു, മാതാവിന്റെ പ്രാർത്ഥന കൂട്ടുപിടിക്കുന്നു. അത് മനോഹരമായി മനസ്സിലാക്കി കൊന്ത നമസ്കാരം ഈശോയുടെ രക്ഷാകര പ്രവൃത്തികളെ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവ കേൾക്കുന്ന ഓരോരുത്തരെയും ആഴത്തിൽ ഈശോയുടെ സ്നേഹത്തിൽ, ഈശോയുടെ വിശ്വാസത്തിൽ വളർത്തണമേ. ഇടം ബലം തിരിയാതെ വച്ചിരിക്കുന്ന കലപ്പ
എടുത്തു മാറ്റാതെ പിറകോട്ട് നോക്കാതെ മുന്നോട്ട് പോകാൻ എപ്പോഴും വിശുദ്ധരായി ജീവിക്കാൻ കൃപ കൊടുക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞാൻ ഈശോയ്ക്ക് അർപ്പിച്ച് ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.